നമസ്കാരം. ഈ ആഗോള അയ്യപ്പ സംഗമ ധൂർത്ത് തട്ടിപ്പിലും അതുപോലെ സ്വർണ്ണക്കൊള്ളയിലുമൊക്കെ നേരത്തെ ഇരുന്ന ജയകുമാർ സാറിന് മുന്നിൽ ഇരുന്ന തൊട്ടു മുമ്പ് ഇരുന്ന അഡ്വക്കേറ്റ് PS പ്രശാന്ത്, ഇയാൾ കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് വന്ന വ്യക്തിയാണ്. ഇയാൾക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തു. ഇയാൾക്ക് ഇത്തരം തട്ടിപ്പുകളിലും ഒക്കെ എന്താണ് പങ്ക് എന്ന് പലകുറി നമ്മളും ചില മാധ്യമങ്ങളും ഒക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇയാൾ എല്ലാത്തിനും ഒരു കൈ കഴുകുന്ന മറുപടിയാണ് നൽകിയത്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു, ഇത്തരം ഈ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടു പോകുന്ന വിഷയങ്ങൾ ഉണ്ടായപ്പോൾ പാളി കൊടുക്കാതിരുന്നപ്പോൾ പോറ്റി ഇടഞ്ഞു, സ്പോൺസർമാർ വലിഞ്ഞു എന്ന് പറഞ്ഞ് മാതൃഭൂമി ഒരു വാർത്ത നൽകിയിരിക്കുന്നു. ഈ അയ്യപ്പ സംഗമത്തിന് സ്പോൺസർമാർ പിൻവലിഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വവുമായി ഇടഞ്ഞതിനെ തുടർന്നാണ്. PS പ്രശാന്ത് ചില കാര്യങ്ങൾ എതിർത്തത് കൊണ്ടാണ് എന്നുള്ള ചില വാർത്തയാണ് വരുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം ഒരു ധൂർത്ത് തന്നെയായിരുന്നു. 2025 ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നതിനെ PS പ്രശാന്ത് എതിർത്തു എന്നാണ് വരുന്നത്. പ്രശാന്തിനെ വെള്ളപൂശാൻ വേണ്ടിയുള്ള വാർത്തയാണോ എന്നുള്ള കാര്യം അറിയില്ല. മാതൃഭൂമി അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ പോലും അത് കാണുമ്പോൾ അങ്ങനെ തോന്നുകയാണ്. പിന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഒരു കുറിപ്പായിട്ട് അല്ലെങ്കിൽ ഒരു കണക്കായിട്ട് കഴിഞ്ഞ ദിവസം PS പ്രശാന്ത് പുറത്തുവിട്ടിരുന്നു. രസകരമാണ് കണക്കൊക്കെ തന്നെ. ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ 1,64,86,984 രൂപ. അത് മുഴുവൻ അപ്രൂവ്ഡ് ആണ്. അതുപോലെ എല്ലാ ഇവന്റ് മാനേജ്മെന്റും കാര്യങ്ങളുമാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പിന്റെ കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ധൂർത്തിനകത്ത് നടന്നു. ഒന്നും നടന്നിട്ടില്ല എന്ന് ഇമ്മ പറയാം എന്നുള്ളതല്ലാതെ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഞാൻ എല്ലാ കണക്കും വായിക്കുന്നില്ല, നമുക്ക് നോക്കാം. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഇവന്റ് ഫോർ അപ്രൂവൽ 4,99,57,189 രൂപ. വേണ്ട, 5 കോടി എന്ന് പിടിക്കാം. ഇത്രയും സ്പോൺസർമാർ, മെയിൻ സ്പോൺസർമാർ 2 പേരായിരുന്നു. ഒന്ന് ധനലക്ഷ്മി ബാങ്ക്, ഒന്ന് കേരള ബാങ്ക്. ധനലക്ഷ്മി ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് അക്കൗണ്ട് ധനലക്ഷ്മി ബാങ്കിലാണ്. അതുകൊണ്ട് അവർക്ക് 2 കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് കൊടുക്കാം. പക്ഷേ കേരള ബാങ്ക് എന്തിനാണ് സ്പോൺസർഷിപ്പ് എടുത്തത്? VN വാസവൻ സഹകരണ മന്ത്രി ആയതുകൊണ്ട്, കേരള ബാങ്ക് സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്ക് ആയതുകൊണ്ടും ഇത് നിർബന്ധിച്ച് എടുപ്പിച്ചതാണ് ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. കാരണം കേരള ബാങ്കിൽ പണം നിക്ഷേപിച്ചവരെല്ലാം വിശ്വാസികളല്ല. മറ്റു മതസ്ഥരുമുണ്ട്, മറ്റു വിശ്വാസികളുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്. അവരുടെ പണം, ബാങ്കിന്റെ പണം, എന്നാൽ ജനങ്ങളുടെ പണമാണിത്. ഇതിനുവേണ്ടി എന്തിന് ചെലവഴിച്ചു എന്നുള്ള ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. PS പ്രശാന്ത് ഈ കാണിച്ച കണക്കുകളൊക്കെ സത്യമാണെങ്കിലും സത്യമല്ലെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ ധൂർത്താണ് നടന്നത് എന്ന് വ്യക്തം. പിന്നെ പോറ്റി പാളി കൊണ്ടുപോകുന്നതിനെ എതിർത്തു എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് പുതിയ ചില ന്യായീകരണങ്ങളുമായി എത്തുമായിരിക്കും. പ്രശാന്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. മറ്റുള്ളവരുടെ കാര്യം എന്താണ് ഒന്നും മിണ്ടാത്തത്? കടകംപള്ളിയുടെ കാര്യം മിണ്ടാത്തത് എന്താണ്? പത്മകുമാറിന്റെ കാര്യം മിണ്ടാത്തത് എന്താണ്? CPM. ഇയാൾ CPM-ലേക്ക് വന്നിട്ട് അധികകാലമായില്ലല്ലോ. എന്തൊക്കെയായാലും ഇവിടെ കണക്കുകളും അവതരിപ്പിച്ച്, പൊട്ടക്കണക്കുകളും കള്ളക്കണക്കുകളും അവതരിപ്പിച്ച് ജനങ്ങളെ പറ്റിക്കുന്നത് തുടരുകയാണ് ദേവസ്വം ബോർഡും സർക്കാരും ചെയ്യുന്നത് എന്ന് ജനങ്ങൾക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. ഇവിടെ പ്രത്യേക ഫണ്ട് എടുത്ത് ഒക്കെ തന്നെയാണ് ഇവിടെ പല കാര്യങ്ങളും നടന്നത്. കോടിക്കണക്കിന് മുഖ്യമന്ത്രിക്ക് കട്ടിലും കിടക്കയും വാങ്ങി എന്ന് പറയുന്നു. അതുപോലെ നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടി 8 ലക്ഷം രൂപ. അവർ ആ പ്രദേശത്തോട്ട് പോലും പോയിട്ടില്ല. അവർ ആ സമയത്ത് തൃശ്ശൂരായിരുന്നു. ചില ട്രോളുകളൊക്കെ കാണാം, ഇത് MV ഗോവിന്ദൻ ഭജൻസ് ആണ് എന്ന് പറഞ്ഞ് ചില ട്രോളുകളും വാർത്തകളും ഒക്കെ ഉണ്ടാകും. എന്തായാലും ഭജനയും പാടി ഇരുന്നോളൂ. ജനങ്ങളെ പറ്റിക്കുന്നത് ഒരു ദൗത്യമായി തന്നെ തുടരുകയാണ് എല്ലാ തരത്തിലും. പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളം, ചെയ്യുന്നത് മുഴുവൻ ജനവിരുദ്ധം, വിശ്വാസവിരുദ്ധം, തട്ടിപ്പ്, വെട്ടിപ്പ്, കോടികളുടെ ധൂർത്ത്. നല്ല രസമുണ്ട് ഏതായാലും അവസാന കാലത്ത് ഈ സർക്കാരിന്റെ കഥകളൊക്കെ കേൾക്കാൻ.